വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്രഷർ കുക്കർ ഒരു 5 ലിറ്ററിൻ്റെയെങ്കിലും നമ്മൾ കയ്യിലെടുത്ത് കരുതണം. ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 6-7 പച്ചമുളകും 5-6 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുണ്ട്. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് സൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ ഓൾറെഡി ഇവിടെ ഉപ്പും ഒക്കെ പരട്ടിയിട്ട് മുളകും പരട്ടിയിട്ട് അങ്ങനെ മഞ്ഞൾ ചേർത്തില്ല. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ നേരം നീക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. മസാലകൾ പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും 1 സ്പൂൺ, പിന്നെ മീറ്റ് മസാലയും ജീരകം പൊടിച്ചതും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. തൈര് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുക. 2-3 തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് നേരത്തെ കൂട്ടി യോജിപ്പിക്കുക. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. ചോറ് ഇവിടെ ഓൾറെഡി അധികം മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കാണ്, തിളപ്പിച്ച് ഊറ്റിയെടുത്തേക്കാണ് ഈ ചോറ്. ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ കുറച്ച് കുരുമുളക് കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്ത എന്താണ് അത് നമ്മൾ ഇതിലേക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മണിക്കൂർ നേരത്തോളം നമ്മൾ മസാലകളൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് മീറ്റ് മസാല മുകളിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില നമ്മളിതിന് മുകളിലിട്ട് കൊടുക്കുക. സ്വല്പം ചെറുനാരങ്ങയും പിഴിഞ്ഞ് ഒഴിക്കുക. അരച്ച് വെച്ച് ഒരു വിസിലടിക്കുക. എന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാനേ പാടുള്ളൂ. നല്ല നന്നായി സെറ്റ് ചെയ്ത് വരുള്ളൂ. ചിക്കൻ്റെ ഇതൊക്കെ റെഡി ആയിട്ട് ഇവിടെ ദം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു. കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. അധികം മസാലയും വേണം. താങ്ക് യു സോ മച്ച്.